ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു പയർ തോരൻ ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് പയർ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നാടൻ പയറാണ്. പയർ തോരന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന നാടൻ പയറാണ്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാമേ. ഫൈനായിട്ടൊന്നും അരയണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. തോരനൊക്കെ അരയുന്നതിൻ്റെ കൂട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുവാണ്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിൽ ഞാൻ വറ്റൽമുളക് ചേർക്കുന്നില്ല, കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാമേ. തേങ്ങ ഞാൻ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. സവാളയും പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഒന്ന് വഴറ്റിയെടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ പയർ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ. ഈ ജാറ് കഴി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനിടയുണ്ട്. അടുക്കി പിടിക്കാൻ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാമേ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇത് വെന്തിട്ടില്ല കേട്ടോ, ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യത്തിലുള്ള കടുക് പൊട്ടിച്ച് ചേർക്കാമേ. ഇതിനൊക്കെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പിലും ചെറിയുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. തോരനെ ഇതിലേക്ക് സെർവ് ചെയ്യുവാണ്. പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. നമ്മൾ വെറുതെ പയർ തോരൻ വയ്ക്കില്ലേ, തേങ്ങ അരയ്ക്കാതെ, അതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങ അരച്ച് ചേർത്ത് വയ്ക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.